ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പക്കാവടയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പക്കാവടയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് നീളനെ അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. കായപ്പൊടി ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ, അത് കാരണമാണ് കായപ്പൊടി ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് പാകത്തിന് കടലമാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3-4-5 ടീസ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. കടലമാവ് ഇതിൽ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കടലമാവ് ഇടണേ. പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മുടെ കൈകൊണ്ട് നന്നായിട്ട് കൂട്ടി തിരുമ്പിയെടുക്കണം. നന്നായിട്ട് തിരുമ്പണതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരാം. ഇങ്ങനെ തിരുമ്പിയിട്ട് ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കണം. 5-10 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ് നേരം വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കുകയും ചെയ്യാം. കുറച്ചേശ്ശെയാണ് ഇടുന്നത്. ഞാൻ ആദ്യം ഇട്ടത് വീഡിയോ എൻ്റെ നിന്ന് പോയി, അത് കാരണമാണ് കാണിക്കാൻ. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിയാറായപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ മിക്സിയിൽ നിന്ന് കുറച്ചേശ്ശെ കൈ കൊണ്ട് എടുത്തിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടായാലും കുറച്ചേശ്ശെ ഇട്ടാൽ മതി. എന്നിട്ട് അത് തീ സ്വിമ്മിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. തീ സ്പീഡിലിട്ടിട്ട് കരിയിച്ച് കളയരുത്. തീ സിമ്മിലിട്ടിട്ട് മാത്രമേ നമ്മൾ ഇത് വറുത്ത് കോരാൻ പാടുള്ളൂ. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേവണം. അതിന് വേണ്ടിയിട്ടാണ് തീ സ്വിമ്മിലിടണമെന്ന് പറയണേ. അങ്ങനെ തീ സ്വിമ്മിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആ കൂട്ടി തിരുമ്പി വയ്ക്കുമ്പോൾ കുറച്ച് നേരം നന്നായിട്ട് കൂട്ടി തിരുമ്പുമ്പോൾ തന്നെ ഈ സവോളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ആ കൂട്ടി തിരുമ്പിയിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒരു 10 മിനിറ്റ് വരെ നമ്മൾ വെക്കണം. അപ്പം തന്നെ ഉണ്ടാക്കരുത്. അപ്പം തന്നെ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് വരില്ല. ഒരു 5-10 മിനിറ്റ് നേരം വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അത് സിമ്മിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റാണ്. ആദ്യം ഉണ്ടാക്കിയ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് കാരണമാണ് ലാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുമെന്ന് അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തന്നുള്ളൂ. ആരും ഒന്നും വിചാരിക്കരുത്, എല്ലാവർക്കും ഇത് അറിയണതാണ്. നമ്മുടെ നാട്ടിലൊക്കെ 4 മണി പലഹാരമായിട്ട് മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഈ മഴക്കാലത്ത് സ്പെഷ്യലായിട്ടൊന്നും പറയേണ്ട, നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കട്ടൻ കാപ്പിയും ഈ പക്കവടയായിരിക്കും ഉണ്ടാവാമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ വക ഉണ്ടാക്കി കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പക്കവട ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പക്കവട വറുത്ത് കോരിയെടുക്കണം. കണ്ടില്ലേ, തീ സിമ്മിലിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ഈ പക്കവട കോരിയെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇനി ഇടണത് ഞാൻ കാണിച്ചു തരുന്നത്. കൈകൊണ്ട് കുറച്ചേശ്ശെയാണ് ഞാൻ ഇടണത്. നിങ്ങൾ അത് നോക്കിക്കോ. ചിലർ സ്പൂൺ കൊണ്ട് ഇടും. അതിലും നല്ലത് നമ്മുടെ കൈകൊണ്ട് കുറച്ചേശ്ശെ എടുത്ത് ഇടണതാണ്. എന്നാലാണ് അതൊരു ലെവലിൽ വരുള്ളൂ. സ്പൂണിലിടുമ്പോൾ അത് കട്ടിയിൽ പോവും. ഇതാകുമ്പോൾ കുറച്ചേശ്ശെ കട്ടി കുറഞ്ഞ് നമുക്ക് കൈകൊണ്ട് ഇടാൻ പറ്റും. തീ സ്വിമ്മിൽ ഇട്ടിട്ട് വേണ്ടിട്ട് ഇടാൻ. എന്നാലാണ് ഇത് കൃത്യമായിട്ട് പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിട്ട് അത് മൊരിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ആദ്യത്തെ വീഡിയോ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരണത്. അങ്ങനെ എൻ്റെ പക്കാവട ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാം, എന്നാലും എൻ്റെ വക ഞാൻ ഉണ്ടാക്കി കാണിച്ചതാണ്. എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ.